السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 320. നിർബന്ധമായ ദാനം അഥവാ സക്കാത്ത് നൽകാൻ ബാധ്യതപ്പെട്ടവൻ സക്കാത്ത് വിഹിതം നൽകുന്നത് അവകാശികൾക്ക് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹ് വബിനിസ് സബീൽ എന്ന ആയത്തിലൂടെ എണ്ണിപ്പറഞ്ഞിട്ടുള്ള 8 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് സക്കാത്തിന് അവകാശമുള്ളത്. അപ്പോൾ താൻ നൽകിയിട്ടുള്ള സക്കാത്തിൻ്റെ വിഹിതം അത് സ്വീകരിച്ചിട്ടുള്ളത് ഈ 8 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത സക്കാത്ത് നൽകുന്ന വ്യക്തിക്കാണ്. അവകാശികൾക്ക് തന്നെ സക്കാത്ത് കൊടുക്കണം എന്നത് സക്കാത്ത് സാധുവാകാനുള്ള ഷർത്താണ്. ആ ഷർത്ത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ സക്കാത്ത് അസാധുവായിത്തീരും. അപ്പോൾ പലയിടങ്ങളിൽ നിന്നും ചോദിച്ചു വരുന്ന ആളുകൾ അവർക്കെല്ലാം സക്കാത്തിൻ്റെ വിഹിതം എടുത്തു കൊടുക്കാൻ മുതിർന്നാൽ പലപ്പോഴും സക്കാത്ത് വീഴാതെ പോകും എന്നത് ഒരു വസ്തുതയാണ്. കാരണം ചോദിച്ചു വരുന്നവരെല്ലാം സക്കാത്തിൻ്റെ അവകാശികളായിക്കൊള്ളണമെന്നില്ല. ചില ആളുകളെങ്കിലും ഈ ഭാഗം ശ്രദ്ധിക്കാതെ, ഈ വിഷയം ഗൗരവത്തിലെടുക്കാതെ സക്കാത്തിൻ്റെ പണം മാറ്റിവെക്കുകയും വരുന്നവർക്കെല്ലാം ഒരു പരിചയവുമില്ലാത്ത, അവരെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും വരുന്നവർക്കെല്ലാം സക്കാത്ത് മുതൽ എടുത്തു കൊടുക്കുന്ന സ്വഭാവം ചിലർക്കെങ്കിലുമുണ്ട്. അത് അപകടമാണ്. വാങ്ങിക്കൊണ്ടു പോകുന്ന ആളുകൾ അവർ സക്കാത്തിൻ്റെ അവകാശികളാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്കുണ്ട്. സക്കാത്തിൻ്റെ അവകാശികളല്ല തൻ്റെ സക്കാത്ത് വാങ്ങിക്കൊണ്ടുപോയത് എങ്കിൽ താൻ സക്കാത്ത് കൊടുക്കാത്തവനായിട്ടാണ് അള്ളാഹുവിൻ്റെ ദർബാറിൽ ഹാജരാക്കപ്പെടുക. ആകയാൽ സക്കാത്തിൻ്റെ നിർബന്ധ ദാനത്തിൻ്റെ ഈ ഷർത്ത് എല്ലാവരും, സക്കാത്ത് കൊടുക്കുന്ന മുഴുവൻ ആളുകളും ജാഗ്രതയോടുകൂടെ പാലിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.